ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ബട്ടർഫ്ലൈ ചാനലിലോട്ട് സ്വാഗതം. ഞാനിന്ന് നത്തോലി കറി വയ്ക്കാൻ പോകട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് മീൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പുളി ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ പുളിയാട്ടോ. ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ആവശ്യമായിട്ടുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എടുത്ത് പാകമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളമൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ചെയ്യുന്നത് എൻ്റെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ. അടുപ്പിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. തീയൊക്കെ കത്തി പിടിപ്പിച്ചു. അപ്പോൾ എനിക്കൊരു കൂട്ടിന് ഒരാളും കൂടെ ഉണ്ട്. നമ്മുടെ കുറിഞ്ഞിപ്പെണ്ണ് ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളി ഞാൻ അടുക്കളയിൽ കയറിയാൽ എവിടെ ഇരുന്നാലും എൻ്റെ അടുത്ത് തന്നെ നിന്നിരിക്കും. അടുക്കളയിൽ കയറി ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരെ എൻ്റെ കൂടെ തന്നെ കാണും. അപ്പോൾ ഞാൻ ചട്ടി കണ്ടിട്ടൊന്നും ആരും പേടിക്കല്ലേ. അടുപ്പിൽ വയ്ക്കുന്ന ചട്ടി ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നു. ക്ലീനാണോ അതിനകത്ത് അടുപ്പൊന്നും ഇല്ല, നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം കുഞ്ഞിപ്പെണ്ണ് ഞാൻ പറയണൊക്കെ ശ്രദ്ധിച്ച് തന്നെ ഇവിടെ ഇരിക്കും കേട്ടോ. പിന്നെ എന്താ, ഞാൻ ചട്ടി ചൂടായി വരണുണ്ട്. അപ്പോൾ ഇച്ചിരി എണ്ണ ഒഴിക്കട്ടെ. എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കടുക് ഇടണം. കടുക് ഇട്ടിട്ടുണ്ട്. കടുകിൻ്റെ കൂടെ ഇച്ചിരി ഉലുവയും കൂടി ഇടുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് ഉലുവ തീർന്നു പോയി. അപ്പോൾ ഉലുവ ഇടാൻ പറ്റില്ല. അപ്പോൾ കടുക് മാത്രം ഇട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അതിനകത്തോട്ട് ഇനി അരിഞ്ഞ് വെച്ചേക്കണ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളിയും കൂടി ഇട്ട് വഴറ്റുക കേട്ടോ. അതിനകത്ത് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇടുവേ, പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് ചട്ടി ചൂടാവുമല്ലോ. അപ്പോൾ നല്ല ചൂടല്ലേ, പെട്ടെന്ന് ഇതാവും കേട്ടോ. അതിനകത്തോട്ട് നന്നായിട്ട് വളർന്ന് അതിനകത്തോട്ട് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ട് എല്ലാം ഇഷ്ടമുള്ളവരെ എരിവിന് തന്നെ അവനവൻ്റെ പാകത്തിന് തന്നെ എടുക്കണം. ചാനൽ തുടങ്ങിയിട്ട് അധികമൊന്നും ആയില്ല. എല്ലാവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണം കേട്ടോ. ചെറിയൊരു ചാനലാണ്, സപ്പോർട്ട് ചെയ്യണം. കുറേ തെറ്റുകളൊക്കെ പറ്റും. ഫസ്റ്റ് ടൈമിലാണ് ഓരോ വീഡിയോ ഒക്കെ ഇടുന്നത്. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാനതിൽ കുറച്ചെടുത്ത് മാറ്റി. എനിക്ക് കുറച്ച് അരപ്പ് ഞാൻ അരച്ച് ചേർക്കും. ഞാൻ അങ്ങനെയാണ് മീൻ കറി വയ്ക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ സ്റ്റൈൽ ഇത്. അപ്പോൾ ബാക്കി ഉണ്ടാകും ചട്ടിക്കകത്ത് ഉണ്ടാകുന്നത് ഞാൻ അതിനകത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അപ്പോൾ ഉപ്പിട്ട് വെച്ച് വെള്ളം ചേർത്ത് വെച്ച പുളിയും കൂടി ഇട്ട് തിളപ്പിക്കുന്നുണ്ട്. ഇത് തിളയ്ക്കുമ്പോഴത്തേനും ഞാൻ എടുത്ത് വെച്ചിരുന്ന ചേരുവ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോകും കേട്ടോ. അതിനകത്ത് മിക്സിക്കകത്തേക്ക് ചേർത്തിട്ട് അതിനകത്ത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചു ഞാനത്. അരച്ച് കഴിഞ്ഞ് അതിനകത്തേക്ക് ഇപ്പോൾ നന്നായിട്ട് തിളച്ചോട്ട് അടുപ്പ് വരുന്നത് ഞാനപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കൊഴുപ്പ് കിട്ടും നമ്മളിത് അരച്ചിങ്ങനെ ചേർത്താലേ. നന്നായിട്ട് മീൻ കറിക്കൊക്കെ നല്ല കൊഴുപ്പ് കിട്ടും. അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് തീ ഊതി കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് തിളച്ച അതിനകത്തോട്ട് ഇനി മീനിട്ട് കൊടുക്കാൻ പോവാണേ. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച മീനാട്ടോ. അതിനകത്തേക്ക് ഞാൻ മീനിട്ട് കൊടുക്കുന്നുണ്ട്. മീൻ കറിക്കൊക്കെ എപ്പോഴും ഞങ്ങൾക്ക് ചാറും ഇച്ചിരി എരിയൊക്കെ ഒന്ന് മുന്നിൽ നിൽക്കണേ. ഇച്ചിരി ചാറിലൊക്കെ വെക്കും ഞങ്ങൾ. നന്നായിട്ട് തിളച്ച് പരുവായി വരുമ്പോൾ പാകമായിട്ട് വരും. നന്നായിട്ട് കൊഴുപ്പും കിട്ടും ഇങ്ങനെ അരച്ച് വെച്ചാൽ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.